അരുണേട്ടാ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് ഗായ്സ്. ഇന്നലെ ലൈവ് ഇട്ട സമയത്ത് അരുണ എവിടെ എന്ന് ചോദിച്ചവർക്ക് അരണ ഇതാക്കുന്ന അരണക്കുട്ടി കാര്യമായിട്ട് എന്തോ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇക്ര ഹോസ്പിറ്റലിൽ മൈഗ്രെയിൻ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തരാവോ എന്തോ കാര്യമായിട്ട് കുമരയാടേ എന്തുവാടേ കാണുന്നു? ഊത്തൂവ് കാണുകയാണ് പറയാം. അപ്പം ഇന്നലെ നിന്നെ എത്ര ആളും മിസ് ചെയ്തിട്ടെന്നറിയോ? എല്ലാവരും ചോദിക്കുന്നു അരണ എവിടെയെന്ന്. അരണ ഇന്നായിരിക്കും വേണ്ട. ഇന്ന് 10 മണിക്ക് ലൈവ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും വരണം. അപ്പോൾ നമുക്ക് 10 മണിക്ക് വെച്ച് കാണാം. ഏതായാലും ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എന്തോ പറയുമെന്ന് എനിക്കറിയില്ല. കാണിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഗായ്സ്. ഇത്രയും മരുന്ന് എനിക്ക് കഴിക്കാനുണ്ട് ഗായ്സ്. കണ്ടില്ല എന്ന് പറയണ്ട. ഞാൻ മരുന്ന് കുടിച്ച് ചാക്കും. നമ്മൾ നേരെ പോവുക. അവിടെയാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. നേരെ പോയിട്ട് അപ്പോൾ ഇത്രയും മരുന്നുകൾ എനിക്ക് കൂച്ചാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂച്ചിട്ട് വേണം എൻ്റെ മൈഗ്രെയിൻ ഒന്ന് മാറ്റാൻ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഓക്കെ, 1-2 കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. എനിക്ക് പെയിൻ്റ് എടുക്കാനുണ്ട്. പിന്നെ ഇന്ന് നോമ്പാണ്. ഞാൻ നോമ്പ് നോറ്റിട്ടില്ല കേട്ടോ, പക്ഷെ എൻ്റെ മോൻ നോറ്റിട്ടുണ്ട്. അപ്പോൾ അവനെന്തെങ്കിലും ഫുഡ് പഠിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ ദേ ഗൈസ് കണ്ടോ പെയിൻറ്റുമായിട്ട് വരുന്നത്. എത്ര പെയിൻ്റ് ഉണ്ടെന്നറിയോ? നാളെ ഞാൻ കുറച്ചേ പെയിൻ്റ് എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം അതെ ഇതിന് കണ്ടേ അതാ ഇതാ ഇത്രത്തോളം. അതെന്താ? ഞാൻ ഒരു മാർക്കർ പൈസ എടുത്ത് വാങ്ങാൻ പിന്നെ ഫ്രീ. അങ്ങനെ പെയിന്റും കളക്ട് ചെയ്തു. ഇനി എനിക്ക് ഒരു ഷോപ്പിൽ കയറണം. അതേപോലെ എൻ്റെ പുള്ളാസിന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടോലെ, അല്ല കൊടുത്തയച്ചിട്ടുണ്ടോലെ. ഷോപ്പിലൊന്ന് കയറണം. ഒന്ന് തോലറ്റ് പോയി നെക്സോളിൽ കയറിയിട്ട് സാധനങ്ങൾ എടുക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ. ഒരു 920-780-7416. ഡിന്നർ സെറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഫസ്റ്റ് ടൈമാണ്. 920-780-7416. അപ്പത്തേ അരുൺ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് ഓഫറിൽ മേടിച്ചിട്ടുണ്ട്. ഇത്രയും സാധനം. അങ്ങനെ ഞങ്ങൾ ഷോപ്പ് തപ്പിപ്പിടിച്ച് ഗായ്സ് കുറേ സാധനങ്ങൾ മേടിച്ച്. എന്നാ നിക്ഷ ഇലക്ട്രോണിക്സിൽ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സർവീസും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പോകുന്നത് എങ്ങോട്ടാ? ചേളന്നൂര്. അതായത് നിങ്ങൾക്കില്ലാത്തതും എനിക്കുള്ളതുമായിട്ടുള്ള എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തോ കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് പോയി മേടിക്കട്ടെ. അത് പോയി മേടിക്കുക മാത്രമല്ല, അത് ഞാൻ അൺബോക്സിങ് വീഡിയോയും ചെയ്യും. നിങ്ങൾക്കില്ലാത്ത എനിക്കുള്ള ആളാണല്ലോ.
അപ്പം ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇന്നത്തെ യാത്ര നിലനിൽക്കാത്ത ഓളെ സംസാരത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വന്നേക്കാം. നിങ്ങൾക്ക് ഇല്ലാത്ത നിങ്ങൾക്ക് ഭർത്താവില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അല്ല ചിലവള് വേറെ രീതി ചിന്തിക്കണ്ട. ഓള് ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങളില്ലാന്ന് പറയുന്ന ഭർത്താവും ഇവളുണ്ട് എന്ന് പറയുന്ന ഭർത്താവും ഭർത്താവ് അയച്ച സാധനം കേട്ടോ ഉദ്ദേശിച്ചത്. തെറ്റിപ്പോണ്ട് ചില ആൾക്കാർ നെഗറ്റീവ് പറയുവേ. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ പറയാനല്ല, ഇന്ന് എൻ്റെ മോൻ നോമ്പ് നോറ്റിട്ടുണ്ട്. കൊടുക്കുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തണം. അവനെന്തെങ്കിലും കാര്യമായിട്ട് മേടിക്കണം. വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്കില്ല. അപ്പോൾ അവന് കാര്യമായിട്ട് ഫുഡ് ഇവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. അല്ലാതെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിക്കണം. നമുക്ക് പോകുന്ന പോക്കിൽ ഫേമസിലോ അങ്ങനെ നോക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, മോനിപ്പോൾ എന്തിനാ അപ്പം നോമ്പ് പറ്റുമെന്ന്. ഓന് സൗകര്യം ഉണ്ടായിട്ട്. ഓക്കെ, അപ്പം ടാറ്റാ. അങ്ങനെ ഗൈസ് ദേ സാധനം മേടിച്ചു. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. എൻ്റെ ഭർത്താവ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തയച്ച. അപ്പം എനിക്കൊന്നും കൊടുത്തയച്ചില്ലേ എന്ന് ചോദിക്കും. എന്തോ ഉണ്ടോ ആവോ, എന്തോ എനിക്കറിയില്ല. എന്തായാലും സാധനം ദേ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അൺബോക്സിങ് വീഡിയോ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ മാപ്പിള കൊടുത്തയച്ചവനെ ഇല്ലേ, കാമുകനോട് പറഞ്ഞത് എൻ്റെ മാപ്പിള കൊടുത്തയച്ചതാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ വീട്ടിലെത്തിയിട്ട് എന്താന്ന് നോക്കട്ടെ കേട്ടോ. എന്തായാലും ഫാത്തിമക്ക് ഉള്ളതായിരിക്കും, കാരണം പപ്പയുടെ മോളോളാണ്. അപ്പോൾ എന്താന്ന് നോക്കട്ടെ. എന്തായാലും അവിടെ എത്തിയിട്ട് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ആശാൻ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ തേമുട്ടായിൻ്റെ വേറൊരു മോഡല്, വേറെ എന്തോ മുട്ടായി പൊട്ടിച്ചോക്കട്ടെ. ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നു. ബിസ്ക്കറ്റ് എന്തോ നമ്മളെ ബ്രൗണീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. മിൽക്ക് മാജിക്, ഡാർക്ക് മാജിക് കേക്ക്. മിൽക്കല്ല, ഡാർക്ക് കടല പട്ടൻ. ആഘോഷം ഉണ്ടെന്നാണ് കണ്ണൻ്റെ പാട്ടും പാടിയാ പോണ. പിന്നുള്ളത് ലൊലതാണ്. നമ്മളെ ഇതില്ലേ മറ്റേ തേമുട്ടായിൻ്റെ വേറൊരു മോഡൽ. ഒരു കയ്യിൽ ഫോണായിട്ട് മറ്റേ കൈ കൊണ്ട് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഗൈസ്. കിട്ടി, മോതിരം കിട്ടി. ഉണങ്ങിയ തേമുട്ടായിയുടെ ഇതുണ്ടാക്കിയോന്നെ ഞാൻ കണ്ടീനെ ഓടിച്ചിട്ട് തല്ലിയായിരിക്കും. ഇങ്ങനെ അല്ല ഉണ്ടാക്കി, അല്ല ഇങ്ങനെ അല്ല ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടായി. എന്നാലും മഴയല്ലേ, കഴിക്കാം. തേമുട്ടായിൻ്റെ റൗണ്ട് സാധനം. അപ്പം ഞാനിത് തിന്ന് തീർക്കട്ടെ കേട്ടോ. വീട്ടിലെത്തിയില്ല, ഇനിയും വീട്ടിലെത്താൻ സമയം ഒരുപാടുണ്ട്. ബാങ്ക് വിളിച്ചു. എൻ്റെ മോനും അവിടെ നിന്ന് ഒറ്റയ്ക്ക് നോമ്പ് തുറന്നു. അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അരുണിൻ്റെ അച്ഛനും അമ്മയും എത്തിച്ചു കൊടുത്തു. ഞങ്ങൾ വരാൻ ലേറ്റായി. ഞങ്ങൾക്ക് ഈ സാധനം മേടിക്കേണ്ടിയുള്ളത് കൊണ്ട് ലേറ്റായി പോയതാണ്. അപ്പം അവന് നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും അവൻ നോമ്പ് തുറന്നു കഴിഞ്ഞു. അപ്പം ഞാനിത് തിന്നും തീർക്കട്ടെ കേട്ടോ. അങ്ങനെ എന്താണ് കൊണ്ടുപോകുന്നത് അല്ല കൊടുത്തയച്ചത് എന്നുള്ളത് ഒന്ന് തുറന്ന് നോക്കട്ടെ.
ഇടക്കല്ലേ പറയുന്നേ എനിക്ക് പുയ്യാപ്പിള ഇല്ലാന്ന്. പുയ്യാപ്പിള ഇല്ലേ, ഇതാര് കൊടുത്തയച്ചു? ഇതെന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, പിസ്ത. അത് ഒന്ന്. ഇത് എന്റെ മകനുള്ളതാണ്. ഇത് മറിയം ആരെങ്കിലും ഉപയോഗിക്കലുണ്ടോ? നല്ല സ്മെല്ലാണ്. ഇനിയാണ് പ്രത്യേകമായിട്ടുള്ള സാധനം. ഇതാണ് മെയിനായിട്ട് തന്തപ്പടി കൊടുത്തയച്ചത് ആശാത്തിക്ക്. കളറ് ചെയ്യാൻ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് എന്താണ് പിസ്തയൊക്കെ ആണ് ഉള്ളതടേ, വേറെ ഒന്നുമില്ലടേ. അപ്പൊ പിസ്തയൊന്നും ഞാൻ ആദ്യം പൊട്ടിച്ചോക്കട്ടുണ്ട്. അപ്പൊ പിസ്ത എടുത്ത് നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് വീണ്ടും കൊതിപ്പിച്ച് ഞാൻ കടന്ന് കളയുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിസ്ത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിതൊന്ന് തിന്ന് തീർത്തോട്ടെ. അപ്പോൾ ടാറ്റാ.